നമസ്കാരം. പാലക്കാട്ടെ ബി.ജെ.പിയുടെ തോൽവിയും CPM-ന്റെ മൂന്നാം സ്ഥാനവും UDF-ന്റെ വിജയവും വീണ്ടും വിവാദമാവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും വോട്ട് വാങ്ങിയാണ് UDF ജയിച്ചതെന്നാണ് CPM-ന്റെയും BJP-യുടെയും ആരോപണം. ഇരു പാർട്ടികൾക്കും ഒരേ സ്വരമാണെന്ന് പരിഹസിക്കുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തോൽവിയെ CPM-ഉം BJP-യും ശരിയായി വിലയിരുത്തിയോ? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് അനിൽ ബോസ്, ജമാഅത്തെ ഇസ്ലാമി വക്താവ് T. മുഹമ്മദ് വേളം, CPM വക്താവ് TM ശശി, വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ് എന്നിവർ. ആദ്യം ശശിയിലേക്ക്. ശശി, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും വോട്ട് വാങ്ങിയാണ് പാലക്കാട്ട് UDF ജയിച്ചത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അവിടെ എത്ര വോട്ടുണ്ട്? അവർ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തോൽവിയും ജയത്തെ അതെങ്ങനെയെങ്കിലും സ്വാധീനിക്കുമായിരുന്നു? ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇതാണല്ലോ ചർച്ച. ഇവിടെ SDPIക്ക് എത്ര വോട്ടുണ്ടെന്ന് ചോദിച്ചാൽ SDPI കൃത്യമായി അവിടെ ഒരു 6000-7000 വോട്ട് അവർക്ക് എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റിയ വോട്ട് ഒരു 7000-ഓളം വോട്ട് അവർക്കുണ്ട് അവിടെ. അതിനു പുറമെ അവർ കൃത്യമായി വീടുകളിൽ ചെന്ന് സ്വാധീനിക്കാവുന്ന നിഷ്പക്ഷമതികളോ മതനിരപേക്ഷമതികളോ ആയി ചിന്തിക്കാവുന്ന ഇസ്ലാം മത വിശ്വാസികളായ വീടുകളിൽ ചെന്ന് BJPയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ BJP വരാതിരിക്കുന്നതിന് വേണ്ടി UDF വോട്ട് ചെയ്യണമെന്ന നിലയിൽ പ്രചരിപ്പിച്ച് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുമ്പോൾ ഒരു 4000 വോട്ടോളം ആ നിലയ്ക്ക് വരും. അങ്ങനെ ഒരു 10-12-12,000 താഴെ വോട്ടുകൾ അവർക്ക് ഈ നിലയിൽ കൈകാര്യം ചെയ്യാൻ പറ്റി എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ഒന്നുമല്ലല്ലോ പ്രശ്നം എന്താ? ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും പറഞ്ഞു കേട്ടെന്താ, SDPയുടെ വോട്ട് കൊണ്ടാണോ ഞങ്ങളെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്, SDPയുടെ വോട്ട് കൊണ്ടാണോ ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത്, SDPന്റെ പേരിലാണോ ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നവർ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവോ ഈ പറയുന്ന സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലോ ഈ തെരഞ്ഞെടുപ്പിന്റെ 20-ാം തീയതി വൈകുന്നേരത്തിന് 20-ാം തീയതി തലേന്ന് 19-ാം തീയതി വൈകുന്നേരം വരെ ഈ നാട്ടിലെ മതനിരപേക്ഷ ചിന്തിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ എല്ലാ വക്താക്കളും വിവിധങ്ങളായ ഘട്ടത്തിൽ പറഞ്ഞിട്ടും ഒരു വട്ടമെങ്കിലും SDPയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറായോ? ഞങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങൾ നോക്കൂ, അവരുടെ വോട്ട് വേണ്ട എന്ന് പറയണം ശശി. അവരുടെ വോട്ട് വേണ്ട എന്ന് എന്തിനവർ പറയണം? എന്നിട്ട് എന്തിനാ ഇപ്പൊ ഇന്നും പറയണ്ടല്ലോ SDPയുടെ വോട്ട് കൊണ്ടാണോ ഞങ്ങൾ ജയിച്ചത് എന്ന് ഇപ്പം ചോദിക്കണ്ടല്ലോ. അങ്ങനെ അത് വേറെ കാര്യം. ശശി നോക്കൂ, ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഒന്നും ഇവർ ആദ്യമായിട്ടുള്ള അവരെ ഏതെങ്കിലും പാർട്ടികളെ പിന്തുണയ്ക്കുന്നത് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇതിനു മുമ്പും നിങ്ങളെയും പിന്തുണച്ചിട്ടുണ്ട്, നിങ്ങൾക്കും അവർ വോട്ട് ചെയ്തിട്ടുണ്ട്, ഈ ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ SDPI ആവട്ടെ. ഇനി അവരുടെ വോട്ട് ഞങ്ങൾ ഇന്ന മുന്നണിക്ക് നൽകുമെന്ന് പറയുമ്പോൾ ആ മുന്നണിക്കാർ വേണ്ട, ഞങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്യേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് അവരെന്തിനു പറയണം? അതായത് അവര് തീരുമാനമെടുത്ത്, ജമാഅത്തെ ഇസ്ലാമിയോ SDPയോ തീരുമാനമെടുത്ത് ഞങ്ങൾക്ക് വോട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് തീരുമാനമെടുത്ത് വരുമ്പോഴൊക്കെ അത്തരം ഒരു സമീപനം വരേണ്ടതില്ല. ഈ സമീപകാലത്ത് എപ്പോഴെങ്കിലും, അതായത് SDP RSS കേരളത്തിൽ സമീപകാലം എന്ന് പറഞ്ഞ എപ്പോഴാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം എടുത്താൽ അവർ 94-ലാണ് പരസ്യമായി ഏതെങ്കിലും മുന്നണിക്ക് പിന്തുണയ്ക്കുന്നത്. 94-ലെ ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായിരുന്ന PT കുഞ്ഞുമുഹമ്മദിനാണ് അവർ പിന്തുണച്ചത്. 96-ലും ആ പിന്തുണ ആവർത്തിച്ചു. 2001-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ UDF-നും LDF-നും വോട്ട് ചെയ്തിട്ടുണ്ട്. 2006-ൽ എൻ ബ്ലോക്കായി LDF-നാണ് അവർ വോട്ട് ചെയ്തത്. ഏതാണ്ട് അത് 2011 വരെ അത് തുടർന്നിട്ടുണ്ട്. LDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴവർ UDF-ന് വോട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് വോട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ അവരും പറയുന്നില്ല. അവിടെയാണ് നിങ്ങൾക്കൊരു വിഷയം മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്തുകൊണ്ടാണ് RSSനെയും SDPയെയും ഒരുപോലെ എതിർക്കണം പറഞ്ഞത്? എന്തുകൊണ്ടാണ്? SDPI ആയി രൂപാന്തരപ്പെട്ടതിന് ശേഷം അതിന് തൊട്ടും ജമാഅത്തെ ഇസ്ലാമിയും നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ വർഗീയമായ ഒരു ചേരിതിരിവുണ്ട്. നമ്മൾ കാണാതെ പോയിക്കൂടാ. ഞാൻ പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ ശശി, ഒരു നിമിഷം ചോദിക്കട്ടെ. താങ്കൾ സമീപകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. 2011 വരെ നിങ്ങൾക്ക് വോട്ട് ചെയ്തപ്പോൾ അവർ ഈ വർഗീയ ധ്രുവീകരണം നടത്തുന്നില്ല. 2011-ന് ശേഷം UDF-ന് വോട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ അവർ വർഗീയ ധ്രുവീകരണം നടത്തുന്നു. അങ്ങനെയാണോ? 2011 വരെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാ? ഞങ്ങൾക്ക് അവർ തീരുമാനം ജമാഅത്തെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ? പരസ്യമായി അവർ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വോട്ടിനും ആ പിന്തുണയ്ക്കും ഒരു നിമിഷം ശശി, ആ വോട്ടിനും ആ പിന്തുണയ്ക്കും അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പരസ്യമായി അവരെ താങ്ക് ചെയ്തിട്ടുണ്ട്, നന്ദി പറഞ്ഞിട്ടുണ്ട് 2006-ൽ. അതുകൂടാതെ 94-ലെ പിന്തുണയ്ക്കും ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ അവർ അഭിനന്ദിക്കുകയോട് ചെയ്തിട്ടുണ്ട്.
96-ൽ നിങ്ങൾ പറഞ്ഞത് നന്നായി. 96-ൽ ആ മുഖപ്രസംഗം എന്താ പറഞ്ഞത്? മുഖപ്രസംഗത്തിൽ ആ വോട്ട് ചെയ്തതൊക്കെ ശരി തന്നെ. പക്ഷെ ജമാഅത്ത് ഇസ്ലാമി എന്നത് അവർ മതപരമായി തീരുമാനമെടുക്കുന്നവരാണ്. ആ എടുക്കുന്ന തീരുമാനങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞതും കൂടിയല്ലേ ഈ പാർട്ടി? അല്ല, അങ്ങനെ യോജിപ്പില്ല എന്ന് മുഖപ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല ശശി. ശശി, ആ മുഖപ്രസംഗത്തിൽ ജമാഅത്ത് ഇസ്ലാമി എടുക്കുന്ന തീരുമാനം മതപരമായ വീക്ഷണത്തിലൂടെ എടുക്കുന്ന തീരുമാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ആ തീരുമാനം തെറ്റാണെന്നോ അല്ലെങ്കിൽ ഞങ്ങളെ വോട്ട് വേണ്ട എന്നോ അല്ലെങ്കിൽ അതിനോട് യോജിപ്പില്ല എന്നും പറഞ്ഞിട്ടില്ല. 2006-ൽ PDP, ജമാഅത്തെ ഇസ്ലാമി എന്നിവർ LDF-നെ പിന്തുണച്ചതിൽ UDF ഒരു നിമിഷം പിണറായി വിജയന്റെ വാക്കുകളാണ്. ഈ 2006-ലെ തെരഞ്ഞെടുപ്പിൽ LDF-ന് ജമാഅത്തെ ഇസ്ലാമിയും PDP-യും പിന്തുണ നൽകിയപ്പോൾ ആ പിന്തുണയിൽ UDF-ന് അസഹിഷ്ണുതയാണ് എന്ന് പറഞ്ഞയാളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ. രണ്ടായിരത്തി ആറിൽ പിന്തുണയ്ക്ക് ശേഷം ഉണ്ടാകുന്ന പ്രശ്നം എന്താ? പിന്തുണയ്ക്ക് മുമ്പ് 96-ലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? ഈ ലക്ഷണമൊത്ത RSS-നെ പോലെ വർഗീയ സംഘടനയെ മാറുന്നതിന് ശേഷമാണ്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയതപ്പോഴാ നമ്മളിപ്പോ സംസാരിക്കുന്നത് 2006-ലെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്നത് PDP-യെ കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ്. SDPI അതിനുശേഷമാണ് രൂപീകരിക്കുന്നത്. ഈ SDPI 2009-ലോ 2010-ലോ ജോസഫ് മാസ്റ്റർ കൈവെട്ടി. അതിനുശേഷം നിങ്ങൾ അവരുടെ പിന്തുണ സ്വീകരിച്ചിട്ടില്ല അവരുടെ കാര്യം, SDPIയുടെ കാര്യത്തിൽ. അങ്ങനെയാണോ? അതായത് SDPI ലക്ഷണമൊത്ത, അതായത് RSS-ന് ബദലായി RSS ഹിന്ദുമത രാഷ്ട്രം പറയും പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ SDPI-യും മുസ്ലിം രാഷ്ട്രവാദം ഉന്നയിച്ച് ഇതര മത വിദ്വേഷ പ്രചരണം തുടങ്ങുന്ന അന്നു മുതൽ ഞങ്ങൾ കർക്കശമായ ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം തുടങ്ങുന്നത് എപ്പോഴാണ് ശശി? ഓക്കെ, മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി. ഓക്കെ, ജമാഅത്തെ ഇസ്ലാമി എന്നാണ് മതരാഷ്ട്രവാദം തുടങ്ങുന്നത്? 2011-ന് ശേഷമാണോ? ആ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ കാലത്തും വരുവാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നവരാണ് അവർ. അതുകൊണ്ടാണ് ഞങ്ങൾ അവരോട് പിന്തുണയ്ക്കുന്നില്ല എന്ന് എല്ലാ കാലത്തും പറയുന്നത്. അല്ല, അവരെ നിങ്ങൾ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ചല്ല എന്റെ ചോദ്യം ശശി. നിങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നതോ അവരുടെ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചല്ല എന്റെ ചോദ്യം. അവർ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അവർ ഞങ്ങൾക്ക് പരസ്യം ഇതുപോലെ UDF-ന് പിന്തുണ കൊടുക്കുന്നത് പോലെ LDF-ന് പിന്തുണയുമായി വന്നിട്ടില്ല. ഉണ്ട്, ഒരൊറ്റ ഉദാഹരണം പിന്തുണയുമായി വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഞാൻ 94-ലോ 96-ലോ 2001-ലോ 2006-ലെ കാര്യം പറയണ്ട. ഏറ്റവും അവസാനത്തെ ഉദാഹരണം 2011-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ P. ശ്രീരാമകൃഷ്ണൻ, അദ്ദേഹം ഒരു മുതിർന്ന CPM നേതാവാണ്. അന്ന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കിയെന്ന് DFI അഖിലേന്ത്യാ പ്രസിഡന്റും പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥിയുമായിരുന്ന P. ശ്രീരാമകൃഷ്ണൻ ഇടതു സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ നടപടികളും വിലയിരുത്തിയാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയത്. അത് ഗുണം ചെയ്തിട്ടുണ്ട്. ഈ ഗുണം ചെയ്തു എന്ന് പറയാൻ കാരണം അന്നത്തെ അവിടുത്തെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഇതേക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആ പിന്തുണ കൊണ്ട് വലിയ നേട്ടം ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരുത്തുകയാണ് ചെയ്യുന്നത് P. ശ്രീരാമകൃഷ്ണൻ. ഇത് ഏറ്റവും അവസാനത്തെ പിന്തുണയെക്കുറിച്ച് P. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞതാണ്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശ്രീരാമകൃഷ്ണൻ അത്തരമൊരു പരാമർശം അവിടെ നടത്തിയതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. ഒന്ന്. രണ്ടാമത്തെ വിഷയം, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയിൽ ആരെങ്കിലും ഒരാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ നടന്ന ഏതെങ്കിലും ഒരാൾ ജമാഅത്തെ ഇസ്ലാമിന്റെ കുടുംബത്തിൽ അതിനോട് പിന്തുണച്ച് നിൽക്കുന്നയാൾ വോട്ട് ചെയ്യുന്നതിനല്ല. ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 21 വർഷമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ പിണറായി വിജയന്റെ പ്രസ് മീറ്റ് ഉൾപ്പെടെ VS-ന്റെ പ്രസ് മീറ്റ് ഉൾപ്പെടെ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഈ ജമാഅത്ത് പിന്തുണയെ കുറിച്ച് അന്ന് പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഇനി അങ്ങേക്ക് തെളിവ് വേണമെങ്കിൽ ഞാൻ ഞങ്ങളുടെ ആർക്കൈവ്സിൽ നിന്ന് എടുത്ത് കേൾപ്പിക്കാം. ഞാൻ പറയുന്നത് പരസ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പിന്തുണ സ്വീകരിച്ച് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും 2006-ലെ പിന്തുണയെക്കുറിച്ച് പറഞ്ഞത് അതിൽ UDF എന്തിനാണ് അസ്വസ്ഥരാകുന്നത്, അവർ ഞങ്ങളെ പിന്തുണച്ചതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, SDPI-യോ ജമാഅത്തെ ഇസ്ലാമിയോ ഈ കേരളത്തിൽ RSS നടത്തുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ അവരെ എതിർക്കുന്നത്. അവരെ എതിർക്കുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ SDPI RSS-ന്റെ അതേ പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നത്. അതായത് 2011-ന് ശേഷമാണോ അവർ ഈ RSS-നെ പോലെ പെരുമാറാൻ തുടങ്ങുന്നത്?
നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം SDPIയും ജമാഅത്തെ ഇസ്ലാമും ഇപ്പൊ UDFനെ പിന്തുണയ്ക്കാൻ ലഘുലേഖകളുമായി ഔദ്യോഗികമായി തീരുമാനമെടുത്ത് നോട്ടീസുമായി വരുന്നത് പോലെ ഇടതുപക്ഷത്തെ ഒരു കാലത്തും അവർ ഔദ്യോഗികമായി അംഗീകരിക്കാൻ വന്നിട്ടില്ല. അവർ അംഗീകരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സംസാരിക്കുന്ന തെളിവുകളുണ്ട്. ശശി, നിങ്ങൾ സ്വീകരിക്കുന്നു എന്നതിന് സംസാരിക്കുന്ന തെളിവുകളുണ്ട്. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് തെളിവാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചോദിച്ച അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ ഈ ജമാഅത്തുകാരുടെ ആസ്ഥാനത്ത് പോകണം. ഇനി ഒറ്റ കാര്യം, ഇനി SDPയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ജമാഅത്തിനെ കുറിച്ചാണ്. SDPയെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ പഞ്ചായത്ത് CPM ഭരിക്കുന്നത് SDPയുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുമ്പോൾ. ഒരു നിലയിലും നിങ്ങൾ ചിന്തിക്കേണ്ട, ഒരു നില അങ്ങനെ ഉണ്ടാവില്ല. SDPIയുടെ പിന്തുണ കൊണ്ട് കേരളത്തിലെ ഒരു പഞ്ചായത്തിലും അങ്ങനെ ഭരിക്കുന്നില്ല. ചിലപ്പോൾ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല. ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത പഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ CPM ഭരിക്കുന്നുണ്ടാവും. പക്ഷേ UDFO അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് ഭരിക്കുന്നില്ല എന്ന് കോട്ടാങ്ങലിൽ അല്ല, ഈ RSSഉം SDPയും ഒരുപോലെയാണ് നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ SDPയുടെ പിന്തുണയോടെ ആ കോട്ടാങ്ങൽ പഞ്ചായത്ത് ഭരിക്കേണ്ട എന്ന് CPM ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഇത് വസ്തുതയാണ്. നിങ്ങൾ CPM ഇപ്പോൾ ഇവിടെ നിന്നുള്ളതല്ല, CPIM എന്ന നിലയിൽ ഇപ്പൊ ഞാൻ നോക്കിക്കോട്ടെ, കഴിഞ്ഞ ഒരു 7 ദിവസം മുമ്പ് മുഖ്യമന്ത്രി കേരളത്തിലെ ഈ പാലക്കാട് ജില്ലയിലാണെങ്കിലും അതുപോലെ തന്നെ ചേലക്കരയിലാണെങ്കിലും എല്ലാ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞെന്താ, SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കൊണ്ടാണ് ഞങ്ങൾ ഭരിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടാന്ന്. മുഖ്യമന്ത്രിയേക്കാൾ വലിയൊരു കേരളത്തിലുണ്ടോ? CPIMന് പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നു, ഞങ്ങൾ അവരെയാണ് പിന്തുണയ്ക്കുന്നത് പറയുമ്പോൾ നിങ്ങൾ വോട്ട് വേണ്ട എന്ന് പറയുന്ന രണ്ട് വ്യത്യാസമുണ്ട്. എന്റെ ചോദ്യം, നിങ്ങളിപ്പോ പറയുന്ന കോട്ടാങ്കൽ പഞ്ചായത്താണെങ്കിൽ എന്റെ ചോദ്യം നിങ്ങളുടെ ലളിതമാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പലവട്ടം പറഞ്ഞില്ലേ, നിങ്ങളുടെ വോട്ട് കൊണ്ട് ഞങ്ങൾക്ക് ഭരിക്കണ്ട, നിങ്ങളുടെ വോട്ട് കൊണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവണ്ട, ഞങ്ങൾക്ക് MLA ആവണ്ട എന്ന് പറയുന്നത് ഇത് കോട്ടായിൽ ഇവരുടെ പിന്തുണ കൊണ്ടല്ല ഭരിക്കുന്നത്. ഇവരുടെ പിന്തുണ കൊണ്ടല്ല ഭരിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇവരുടെ പിന്തുണ കൊണ്ടല്ല ഭരിക്കുന്നത്. അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി CPM ആണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായാൽ നമുക്ക് ഭരിക്കാൻ കഴിയില്ല. ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം വേണ്ടി വരുമ്പോൾ സ്വീകരിച്ചു. അവിശ്വാസ പ്രമേയം വരുന്നത് വരെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ഭരിക്കും. അവിശ്വാസ പ്രമേയം ഞങ്ങൾക്ക് വേണ്ട എന്ന് കോട്ടാങ്ങലിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. കോട്ടാങ്ങലിൽ ആ വിശ്വാസ പ്രമേയത്തിൽ നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. കോട്ടായിലല്ല, കേരളത്തിലും ഈ രാജ്യത്തും എല്ലായിടത്തും തീരുമാനിച്ചതാണ്. ഓക്കെ, അനിൽ ബോസ്, ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPയും RSSന്റെ ഇസ്ലാം പതിപ്പാണ്. ഇതാണ് പിണറായി വിജയന്റെ പ്രസംഗത്തിന്റെ യഥാർത്ഥ വാക്കുകൾ. അങ്ങനെയുള്ളവരുമായി നിങ്ങൾ കൂട്ടുകൂടുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇപ്പോൾ കഴിഞ്ഞ നവംബർ 7-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതേ കാര്യം പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അന്ന് ഈ സത്യൻ മൊകേരിക്ക് വേണ്ടി പ്രസംഗിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പ്രിയങ്ക ഗാന്ധിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ. അത് അദ്ദേഹം വെറുതെ പ്രസംഗിക്കുക മാത്രമല്ല, അത് രാജ്യം മുഴുവൻ ചർച്ചയായി. രാജ്യം മുഴുവൻ ചർച്ചയെന്ന് പറഞ്ഞാൽ RSSനെയും ജമാഅത്തെ ഇസ്ലാമിയും തുലനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ദേശീയ മാധ്യമങ്ങൾ ഒരു വശത്ത് ചർച്ച നടത്തുന്നു. കാരണം RSSന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാണ് അവരുടെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, പ്രിയങ്ക ഗാന്ധിക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണ എന്നുള്ളത് ദേശീയ ക്യാമ്പയിനായിരുന്നു BJPയുടെ. അവിടെയാണ് നിങ്ങൾ ഈ വോട്ട് വേണ്ട എന്ന് പറഞ്ഞതെന്നാണ് CPMന്റെ ആരോപണം. ഒന്ന്, നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജയിക്കും തോക്കും. അത് പാർട്ടികൾ, മുന്നണികൾ ജയിക്കുകയും തോക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. നമ്മളൊരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നിൽക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സത്യസന്ധമായ വിശകലനം നടത്തുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ RSSന്റെ പിന്തുണ തേടിയിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രസംഗിക്കുന്ന വീഡിയോ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അജിംസ് കേട്ടിട്ടുള്ളതല്ലേ? സംശയമുണ്ടോ? ചില സമയത്ത് പൊതുശത്രുവിനെ എതിർക്കാൻ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ RSSന്റെ പിന്തുണ വേണം ഞങ്ങൾക്ക്, അതുകൊണ്ട് RSSുമായി ഒത്തുതീർപ്പുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതാരാ? ഇതേ പിണറായി വിജയൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ ഈ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിക്കുന്ന
രാഷ്ട്രീയ സമീപനം RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നാണ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPM ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അങ്ങനെയെങ്കിൽ ഈ RSSനെ പരിരക്ഷ ഒരുക്കാൻ ചെയ്യുന്ന ശ്രമങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണോ വേണ്ടയോ? ഏറ്റവും പ്രമാദമായ ശബരിമല വിഷയം അരങ്ങേറിയ സമയത്ത് വത്സൻ തില്ലങ്കരിയുമായി ചർച്ച നടത്താൻ പോയതാരാ? ഞങ്ങളാണോ? ആണോ? കേരളത്തിലെ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പോലീസിൻ്റെ മൈക്കെടുത്ത് ശബരിമല സന്നിധാനത്ത് അനൗൺസ് ചെയ്യാൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ ശ്രീ പിണറായി വിജയൻ ഇരിക്കുമ്പോഴാണ് RSSകാർക്ക് കഴിഞ്ഞത്. മറന്നുപോയോ? ഇപ്പോൾ പാലക്കാട് എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിച്ചുകൊണ്ട് സംസാരിക്കുന്നതെന്ന് അജിംസിൻ എന്നല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകാതെ ഉണ്ടോ? എന്തുകൊണ്ടാണ്? ഇവർ നടത്തിയിട്ടുള്ള കുഴൽപ്പണമടക്കം വിവിധ തരങ്ങളിൽ വരുന്ന വിഷയങ്ങളിലെ ഒത്തുതീർപ്പ്, പൂരം കലക്കൽ അടക്കമുള്ള വിഷയങ്ങളിലെ ഒത്തുതീർപ്പ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ പൊതുമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്താണ് CPM. ആ CPMന് ജയിക്കണമെങ്കിൽ ആരെ സ്വാധീനിക്കണം? അവിടുത്തെ ഏറ്റവും പവർഫുള്ളായി നിൽക്കുന്ന 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ BJPയെയും അവരുടെ വോട്ടർമാരെയും സ്വാധീനിച്ചാൽ മാത്രമേ 3-ാം സ്ഥാനത്തുള്ളൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് വരാൻ കഴിയൂ. അങ്ങനെ മുന്നോട്ട് വരണമെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ എക്സ്ട്രീമായിട്ടുള്ള തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ വോട്ട് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? CPMലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. മിനിമം ലോജിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ CPMലേക്ക് ആ വോട്ട് ഹിന്ദു തീവ്രവാദ മനസ്സുള്ള ആളുകളുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അവരെതിർക്കുന്ന തീവ്രവാദ സ്വഭാവമുണ്ട് എന്ന് നാം കരുതുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിക്കണം. ആരാക്രമിക്കണം? ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ തീവ്രവാദ സ്വഭാവം കോൺഗ്രസ് കരുതുന്നുണ്ടോ? ആ ആക്രമണത്തിന്റെ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് തീവ്രവാദ സ്വഭാവമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചോദ്യത്തിന് ഞാനൊന്ന് ഉത്തരം പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഉപചോദ്യം ചോദിച്ചോളൂ, ഞാനതിന് മറുപടി പറയാം. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയാം, പാർട്ടിയുടെ അഭിപ്രായം പറയാം, SDPയെ പറയാം, വെൽഫെയർ പാർട്ടിയെക്കുറിച്ചുള്ളത് പറയാം, PDPയെക്കുറിച്ചുള്ളത് പറയാം. ആ ഓരോ ഘട്ടങ്ങളിലും ഒത്തുതീർപ്പുണ്ടാക്കിയതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാമെന്നേ. അതിനൊന്നും എനിക്ക് തർക്കമില്ല. എൻ്റെ ചോദ്യം, പാലക്കാട് പോലെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ട് കോൺഗ്രസും അല്ലെങ്കിൽ UDFും LDFും BJPയും മത്സരിക്കുന്ന കോൺസ്റ്റൻസിയാണ്. അത്യപൂർവ കോൺസ്റ്റൻസികളിലൊന്നാണ് പാലക്കാട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരൻ ജയിക്കുമെന്ന പ്രതീതി ജനിപ്പിച്ച അവസാന സന്ദർഭത്തിൽ ഷാഫി ഫോട്ടോ ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് കേരളം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട്. അതേ പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയ തീവ്രവാദികളാണ്. അവർ വലിയ കുഴപ്പക്കാരാണ്, അവർ വലിയ പ്രശ്നമാണ്, അവർ കോൺഗ്രസിന് വോട്ട് ചെയ്തു അല്ലെങ്കിൽ കോൺഗ്രസിനെ UDFനെ പിന്തുണച്ചു എന്ന് പറയുന്നത്, ആ പറയുന്നതിൻ്റെ ലോജിക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്നതിന് ഏക കാരണമേ ഉള്ളൂ, അവിടെ എന്തായാലും UDFന് മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭയിലെ വോട്ട് നോക്കൂ, ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ RSSനെ അനുകൂലിച്ചിരുന്ന വിഭാഗവും UDFന് വോട്ട് ചെയ്തല്ലോ. എന്താ അതിനെക്കുറിച്ച് പറയാത്തത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാലങ്ങളായി നഗരസഭയിൽ മൃഗീയമായ ഭൂരിപക്ഷമുള്ള BJPക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. അവിടുത്തെ BJPയുടെ ബേസ് വോട്ട് UDFലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്താ അതിനെക്കുറിച്ച് പറയാത്തത്? ഈ തെരഞ്ഞെടുപ്പിൽ വടകര ഡീലിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പാലക്കാട്ട് BJP വോട്ട് നിങ്ങൾക്ക് വന്നു ആരൊക്കെ പറയുന്നുണ്ട്? CPM നേതാക്കൾ കാഫിർ സ്ക്രീൻഷോട്ടും ഞങ്ങൾ ഡീലുണ്ടാക്കിയതാണോ? ആണെന്ന് പിണറായി വിജയൻ്റെ പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ? കണ്ടെത്തിയപ്പോൾ ആരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? സംശയമുണ്ടോ നിങ്ങൾക്കിപ്പോഴും? ആരാണ് സിറാജിലും സുപ്രഭാതത്തിലും വർഗീയ വിദ്വേഷം വിളമ്പാൻ കഴിയുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിച്ചത്? SDPI 2016 SDPI 140 അസംബ്ലി മണ്ഡലങ്ങളിൽ മത്സരിച്ചു. അവർക്ക് കിട്ടിയത് കേരളത്തിൽ അവരുടെ പിന്തുണ എന്ന് പറയുന്നത് 0.61% വോട്ടാണ്. അതായത് 1% പോലും പിന്തുണ അവർക്കില്ല കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ. അത്രമാത്രം നാമമാത്രം. ഇപ്പോൾ പാലക്കാട് 6000 വോട്ടുണ്ടെന്ന് ശശി പറയുന്നു. നമുക്കറിയില്ല SDPക്ക് അത്രയും വോട്ടുണ്ടോ ഒരു മണ്ഡലത്തിൽ എന്നുള്ളത് നമുക്കറിയില്ല. ഒരു ലോക്സഭാ മണ്ഡലത്തിലൊക്കെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അത്രയും വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ 6000 വോട്ട് പാലക്കാടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതായത് ഗ്രാനുലാർ മൈനോറിറ്റി വോട്ടാണ് SDPയുടേത്. ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ സമാനമാണ്. അങ്ങനെ വലിയൊരു വോട്ട് ബാങ്ക് ഒന്നുമല്ല അവർ. അവരുടെ വോട്ട് വേണ്ട, ഈ രാഷ്ട്രീയവാദം ഒഴിവാക്കാൻ വേണ്ടി അവരുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറയാത്തത് എന്തുകൊണ്ടാണ്?
അല്ല, ഞങ്ങൾ എന്തിനാ പറയുന്നത്? ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ 18 വയസ്സ് പൂർത്തിയാക്കിയിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് വോട്ടവകാശമുണ്ട്. അവിടെ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ജയിക്കണ്ടേ? ഞങ്ങൾ സർവ്വ ജനവിഭാഗങ്ങളുടെയും വോട്ട് വേണം എന്നല്ല ഞങ്ങൾ വേണ്ടെന്ന് എന്തിനാ പറയുന്നത്? ഏതെങ്കിലും ഒരു വോട്ടറെ പർപ്പസ്ഫുള്ളായിട്ട് ഇന്ന ആളുടെ വോട്ട് എനിക്ക് വേണ്ട അതെങ്ങനെയാണ് പറയാൻ കഴിയുക ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിക്കും? ഞങ്ങൾക്ക് മാർക്സിസ്റ്റുകാരുടെ വോട്ട് വേണമെന്നേ, ഞങ്ങൾക്ക് BJPയുടെ വോട്ട് വേണമെന്നേ. ഞങ്ങളെ എതിർക്കുന്ന ഏതൊക്കെ വിഭാഗമുണ്ടോ അവരുടെ എല്ലാം കൂടി വോട്ട് കിട്ടുമ്പോഴാണ് ഭൂരിപക്ഷത്തിലേക്ക് നമുക്ക് വരാൻ കഴിയുന്ന ഒരു ജനാധിപത്യ ക്രമത്തിൽ. സമ്മതിദാനാവകാശമുണ്ടോ? സമ്മതിദാനാവകാശമുള്ളവരുടെ വോട്ട് സ്ഥാനാർത്ഥികൾ അഭ്യർത്ഥിക്കും, മുന്നണികൾ അഭ്യർത്ഥിക്കും. എന്നാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ചില മേഖലകൾ വരും. എവിടെയാണ് യോജിക്കാൻ കഴിയാത്ത മേഖല? നമ്മുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായി, നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് വിരുദ്ധമായി ഉള്ള നടപടികളിൽ നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എതിർക്കുന്ന ആരെയാണ്? ഞങ്ങൾ എതിർക്കുന്നത് വളരെ കൃത്യമായി പറയുകയാണ്. കേരളത്തിലും കേന്ദ്രത്തിലും അധികാരത്തിലിരിക്കുന്ന 2 ഗവൺമെൻറ്റുകളും ഈ നാടിനെ കൊള്ളയടിച്ചുകൊണ്ടും ഈ നാട്ടിലെ സമുദായ സൗഹാർദ്ദം തകർത്തുകൊണ്ടും നടത്തുന്ന ഹീനമായ ശ്രമങ്ങൾ. അതാണ് അതിൻ്റെ അവസാനത്തെ പതിപ്പാണ് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടും അതിനുശേഷം വന്നിട്ടുള്ള സിറാജിലെയും സുപ്രഭാതത്തിലെയും CPM-ലെ തന്നെ പല നേതാക്കളും തള്ളിപ്പറഞ്ഞ, CPI അടക്കം തള്ളിപ്പറഞ്ഞ വർഗീയ വിദ്വേഷ വിധ്വംസക പ്രവർത്തനങ്ങളും. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ RSSനേക്കാൾ മത തീവ്രവാദികളാണ് CPM-നെ നിയന്ത്രിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണം ഈ പാലക്കാട് നിൽക്കുമ്പോൾ ആദ്യം കണ്ണിലെ കോലെടുത്തിട്ട് വാ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ തീവ്രവാദികളാണ് CPM എന്ന് പറയുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ തീവ്രവാദികളായിട്ട് തന്നെയാണ് കാണുന്നത് കോൺഗ്രസ് പാർട്ടി? ജമാഅത്തെ ഇസ്ലാമി അല്ല, ജമാഅത്തെ ഇസ്ലാമിയോ RSSോ കാണിക്കുന്നു എന്ന് CPM ആരോപിക്കുന്ന അതാണ് സ്പെസിഫൈ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ നാണയത്തിൽ ഇരുവശങ്ങളാണെന്നുള്ളതാണ് CPM-ന്റെ സിദ്ധാന്തം. അതായത് RSSനെ പറ്റി CPM പറയുന്നതും ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി CPM പറയുന്നതും അവരാരോപിക്കുന്നതാണ്. അതിൽ വസ്തുതയില്ല. RSSും അങ്ങനെ തന്നെയാണ്. അല്ല, ഞാൻ പറയുന്ന അതല്ലല്ലോ. ഞാൻ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ ഞാൻ പറയുന്നു, RSSനെ നാണിപ്പിക്കുന്ന, ഇനി CPM പറയുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ വിഭാഗമാണെങ്കിൽ ആ ജമാഅത്തെ ഇസ്ലാമിയെ നാണിപ്പിക്കുന്ന മത തീവ്രവാദവും വിഭാഗീയതയും വർഗീയതയും പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ നെറികേടിന്റെ പര്യായമാണ് CPM. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഞാൻ പറയുന്നു, ശ്രീ ഷാബു പ്രസാദ് പാലക്കാട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 തെരഞ്ഞെടുപ്പിൽ ശ്രീ ഷാബു പ്രസാദ് ഈ ശ്രീധരൻ 50,000-ലധികം വോട്ട് നേടി. ആ വോട്ടിൽ പലതും തിരികെ UDFിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആ വോട്ട് വലിയ തോതിൽ തിരികെ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കാൻ കാരണമായി. എന്നിട്ടും CPM-നെ പോലെ, മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനും പറയുന്നത് ഇത് ജമാഅത്തെ ഇസ്ലാമി SDPI വോട്ടാണ് എന്നാണ്. അതായത് രാഹുലിൻ്റെ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരാൾക്ക് ഈ ഗ്രാനുലാർ മൈനോറിറ്റി എന്ന് പറയുന്ന ഈ 2 സംഘടനകളുടെ വോട്ട് ലഭിച്ചിട്ട് വേണോ ഭൂരിപക്ഷം ലഭിക്കാൻ? ഇല്ല, അത് അവർക്ക് എത്ര സ്വാധീനമുണ്ട്, അവർക്ക് എത്ര വോട്ടുണ്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടും SDPI-ന്നോ ജമാഅത്തെ ഇസ്ലാമിന്നോ ഒന്നും മിണ്ടാൻ പോലും ഈ കോൺഗ്രസ്സുകാരും തയ്യാറായില്ലല്ലോ. അവർ ജനറലായിട്ട് ഈ പൊട്ടക്കണ്ണന്റെ മാവേലർ പോലെ, അല്ലെങ്കിൽ നാട്ടുകാരെ പൊട്ടനാക്കുന്നതിൽ ഒരു വർഗീയ ശക്തികളുടെയും വേണ്ട എന്നുള്ളതല്ല. ആരായി വർഗീയ ശക്തികൾ എന്ന് പറയുന്നത്? ഏതെങ്കിലും വർഗീയ ശക്തികൾ എന്ന് പറയുന്നവർ, ഇവരാരോപിക്കുന്നവർ സമ്മതിക്കുമോ ഞങ്ങൾ വർഗീയ ശക്തികളാണെന്ന്? ഇല്ലല്ലോ. അപ്പോൾ കൃത്യമായി പേര് പറഞ്ഞ് ഒന്നും വേണ്ട. പണ്ട് ഇദ്ദേഹം ആരാണ്, കോൺഗ്രസിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം നിലമ്പൂര് ആര്യാടൻ മുഹമ്മദ് 90, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 96-ലെ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, അങ്ങനെ വോട്ട് കിട്ടി എനിക്ക് ജയിക്കണ്ട എന്ന് ആർജവത്തോടുകൂടി പറഞ്ഞ ഒരു നേതാവ് കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ആർജവം, ആ പേര് പറഞ്ഞ് ചെയ്യാനുള്ള ആർജവം, ആ ധൈര്യം കോൺഗ്രസ് കാണിച്ചിട്ടില്ല. അതിന് ഞാൻ അവരെ കുറ്റമൊന്നും പറയുന്നില്ല. കാര്യം ഈ 2 പേരും, LDFും UDFും ഇവിടുത്തെ സംഘടിത ന്യൂനപക്ഷ ആ ഒരു ഫണ്ടമെന്റലിസത്തിനെ മാറി പുൽകിയവരാണ്. അവരുടെ വോട്ട് മേടിച്ചവരാണ്, അവരുടെ സപ്പോർട്ട് വാങ്ങിയവരാണ്.
ഇപ്പൊ പറയാം നമ്മുടെ ഈ സന്ദീപ് വാര്യരുടെ അധ്യായം, സന്ദീപ് വാര്യര് അങ്ങോട്ട് പോയി കഴിഞ്ഞു, കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞ് ആദ്യം പോയത് പാണക്കാട്ടേക്കാണ്. അതത്ര നിഷ്കളങ്കമാണ്. വെറും ഒരു UDF-ലെ ഒരു ഘടകകക്ഷിയുടെ സുപ്രധാന ഘടകകക്ഷിയുടെ ആസ്ഥാനത്ത് പോയി എന്ന് പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാനും മാത്രമൊന്നും വിഡ്ഢികളല്ല നമ്മളാരും. നമുക്കത് മനസ്സിലായി. ഞാൻ അവരെ ഒരു സമുദായ നേതാവിന്റെയോ ഒരു സമുദായ രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു അധ്യക്ഷനെയോ നേതാവിനെയോ കാണുന്നതിൽ എന്താണ് പ്രശ്നം? അവർ ഇനി സംഘടിത ന്യൂനപക്ഷമാണ്. ഒരു ഉദാഹരണം പറയാം. ഷാഹു പ്രസാദ് ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരിക്കെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേരിൽ പോയി കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ആസ്ഥാനത്ത്. അതൊക്കെ എന്തിനായിരുന്നു? അല്ല, ഞാൻ ഒരു തെരഞ്ഞെടുപ്പും സാമുദായിക നേതാക്കന്മാരെ കാണുന്നതിൻ്റെ അകത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ ഈ ഒരു സാമുദായ നേതാവ് മാത്രമല്ലല്ലോ ഉള്ളത്, ഇവിടെ ഇങ്ങനൊരു സമുദായം മാത്രമല്ലല്ലോ ഉള്ളത്. അല്ല, സന്ദീപ് വാര്യരെ കുറിച്ചാണ് സന്ദീപ് വാര്യർ NSS ജനറൽ സെക്രട്ടറിയും പോയി കണ്ടിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന് അവരെ കുറ്റം പറയല്ല. അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അവരുടെ വോട്ട് ബാങ്കുകളെ ഉറപ്പിക്കാൻ വേണ്ടി അവർക്ക് കിട്ടുന്ന ആ സമൂഹങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി അവർ അവരുടേതായ തന്ത്രങ്ങൾ എടുക്കുന്നു. അതിന് ഞാൻ അവരെ കുറ്റമൊന്നും പറയുന്നില്ല. അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയാണത്. പക്ഷെ അത് നിഷേധിക്കരുത്. ഇത് പച്ചയ്ക്ക് നിഷേധിക്കും. ഇവർക്ക് ഈ വോട്ടുകളെല്ലാം വേണം താനും, അവരിത് നിഷേധിക്കുകയും ചെയ്യുന്നു. പിന്നെ CPM ഇവിടെ നിഷേധിക്കുന്നു പറഞ്ഞാൽ അവർക്ക് ഈ വോട്ടുകൾ കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പം കിട്ടാത്ത ഒരു സാധനം വേണ്ടാന്ന് വെക്കാൻ ആർക്കാ ജിംസെ സാധിക്കാത്തത്? എനിക്ക് കിട്ടില്ല, ഞാനിപ്പോ ഇവിടെ നിന്ന് പറയുക, എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം വേണ്ട. അവന്മാർ മഹാവൃത്തികെട്ടവന്മാരാണ്. അല്ലേലും പണ്ടേ എനിക്ക് അമേരിക്കക്കാരെ ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം വേണ്ട എന്ന് പറയുന്ന പോലെയുള്ളൂ. കാര്യം എനിക്കത് കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പാണ്. കിട്ടില്ലാതെ ഉറപ്പുള്ള ഒരു സാധനം വേണ്ടാന്ന് വെക്കാൻ മഹാത്യാഗമൊന്നുമല്ല. അതായത് സംഘടിത ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഇരു മുന്നണികളും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഷാബു പ്രസാദിന്റെ വാദം. പക്ഷേ എന്റെ ക്വസ്റ്റ്യൻ അതല്ല. വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നു. ഏത് ഭൂരിപക്ഷം? ശ്രീധരൻ വാങ്ങിയ വോട്ടുകളെ കട്ട് ഡൗൺ ചെയ്തുകൊണ്ട് അത്രയും വോട്ട് ഭൂരിപക്ഷമായി വർദ്ധിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതായത് ശ്രീധരൻ എന്ന BJP സ്ഥാനാർത്ഥി വോട്ട് ചെയ്ത അതേ ആൾക്കാരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യുന്നത്. അതിൽ ഈ സംഘടിത ന്യൂനപക്ഷങ്ങളെ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. അതിലെല്ലാ വിഭാഗം ആൾക്കാരും രാഹുൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ തിരഞ്ഞെടുപ്പിൽ ഇപ്പൊ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പില് BJP പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി അതിന്റെ കാരണങ്ങൾ എങ്ങനെയാണ്, എവിടേക്കൊക്കെയാണ് വോട്ട് പോയത്, എന്തുകൊണ്ട് ലഭിക്കേണ്ട വോട്ടുകൾ കിട്ടിയില്ല എന്നൊക്കെയുള്ളത് അതിനിയും ഡേറ്റയൊക്കെ പരിശോധിച്ച് വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ അജിംസ് ഒരു കാര്യം മനസ്സിലാക്കൂ, BJP ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലമാണ് പാലക്കാട്. ഇക്കണ്ട കാലത്തിനിടയില് BJPക്ക് ഒരു MLA-യും ഒരു MP-യും മാത്രമാണ് ഈ കേരളത്തിൽ നിന്നുണ്ടായത്. കാലാകാലങ്ങളായി BJP കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുത്തതൊന്നും അല്ലാതെ. എന്നാൽ ഇപ്പൊ ഈ CPM അവിടെ 3-ാം സ്ഥാനത്താണ്. പലവട്ടം CPM വിജയിച്ച ഒരു മണ്ഡലമാണത്. 2006, 2011 ആ കാലത്ത് അച്യുതാനന്ദന്റെ ഭരണകാലത്ത്, LDF-ന്റെ ഭരണകാലത്ത് CPM ആയിരുന്നു അവിടുന്ന് വിജയിച്ചിരുന്നത്. അതിനു മുമ്പും കൂടുതൽ പ്രാവശ്യം UDF തന്നെയായിരുന്നു വിജയിച്ചിട്ടുള്ളത്. എങ്കിലും ഇടതുപക്ഷം പലവട്ടം വിജയിച്ച ആ മണ്ഡലത്തിൽ അവർ 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് രാഷ്ട്രീയ തകർച്ച എന്ന് പറയുന്നത്. അവരെ ജനങ്ങൾക്ക് വേണ്ട. അത് കഴിഞ്ഞിട്ട് പലവട്ടം അവിടെ വിജയിച്ച ആ മണ്ഡലത്തിൽ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ പോലും ഒരാളെ കിട്ടാതെ ഈ കോൺഗ്രസിൽ നിന്ന് അധികാരമോഹം മൂലം ചാടി വന്ന ഒരുത്തനെ നിർത്തേണ്ട ഗതികേടിലേക്ക് ഒരു ഭരണകക്ഷി, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷി എത്തി എന്ന് പറഞ്ഞാൽ അതാണ് അജിംസെ യഥാർത്ഥ രാഷ്ട്രീയ തകർച്ച എന്ന് പറയുന്നത്. അതാണ്. അല്ലാതെ BJP കൈവച്ചുകൊണ്ടിരുന്ന കാലാകാലങ്ങളായി പോയതാണെങ്കിൽ. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ BJP സംസ്ഥാന അധ്യക്ഷനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ വാക്കുകളാണ് തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ വരുന്നത്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി SDPI പിന്തുണയാണ് അവിടെ UDF ജയിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ K. സുരേന്ദ്രനും അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഷാബു പ്രസാദ് വിശദീകരിക്കുന്നത് ഈ സംഘടിത ന്യൂനപക്ഷ സംഘടനകളെയും സമുദായ നേതാക്കളെയും പ്രീണിപ്പിക്കാൻ ഈ ഇരു മുന്നണികളും ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം അതേക്കുറിച്ച്. പക്ഷേ ഈ SDPI ജമാഅത്തെ ഇസ്ലാമി എന്ന രണ്ട് ഫാക്ടറിലേക്ക് BJPയും CPM ചുരുങ്ങാനുള്ള രാഷ്ട്രീയ കാരണം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇത് ഈ പ്രശ്നത്തിൽ മാത്രമല്ല, കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് BJPയും CPIM-ഉം കേരള CPIM-ഉം
ഒരേ ഭാഷയിൽ, ഒരേ ശൈലിയിൽ, ഒരേ ഉള്ളടക്കമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് CPIM, കേരള CPIM ഒരു മതനിരപേക്ഷ പാർട്ടിയേ അല്ല, അത് ഒരു ഭൂരിപക്ഷ വർഗീയ പാർട്ടിയാണ്. അത് കേരളത്തിലെ സംഘ് പരിവാറിന്റെ B ടീമായിട്ടുള്ള, അവർക്ക് തൃശ്ശൂരിൽ ജയിക്കാൻ ആവശ്യമായ ഫെസിലിറ്റേഷൻ ഒരു നിമിഷം ടീം മുഹമ്മദ്, ഞാൻ തടസ്സപ്പെടുത്തുകയല്ല, ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചിട്ട്, CPM പോലൊരു പാർട്ടിയെ ഒരു ഭൂരിപക്ഷ വർഗീയ പാർട്ടി എന്ന ആക്ഷേപിക്കുന്ന ഒരു കടന്നുകൈയല്ലേ? അജിംസെ, ഞങ്ങളുടെ നിലപാടാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ നിലപാട് പറയാനാണല്ലോ. CPIM, കേരള CPIM ഒരു മതനിരപേക്ഷ പാർട്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അത് ഒരു ഭൂരിപക്ഷ വർഗീയ സംഘടനയാണ്. അത് എന്ന് മുതലാണ് ടി മുഹമ്മദ് എന്ന് മുതലാണ്? അതുകൂടി പറയണമല്ലോ. കാരണം CPM ഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക് കുറെ അധികം പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഇവർ ഒരു ഭൂരിപക്ഷ വർഗീയ സംഘടനയാണ് എന്ന് നിങ്ങൾ കടന്ന് ആക്ഷേപിക്കുന്നത് എന്ന് മുതലാണ്? അത് ഞങ്ങളെക്കുറിച്ച് CPM പ്രതിനിധി ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പണ്ടത്തെ ജമാഅത്തെ ഇസ്ലാമി, ഞങ്ങളുടെ കൂടെയുള്ള ജമാഅത്തെ ഇസ്ലാമി നല്ല ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു. ഇപ്പം ഞങ്ങളെ വിട്ടപ്പോഴാണ് ഇവർ പെശകായത്. ജമാഅത്തെ ഇസ്ലാമിക്ക് എല്ലാ കാലത്തും അതിനൊരു ഭരണഘടനയുണ്ട്, അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് എക്കാലത്തും അതിൽ ഭേദഗതികളൊക്കെ വരുന്നിട്ടുണ്ട്. അങ്ങനെ ഭേദഗതി വന്നതിനാണ് മുഖവിലക്ക് എടുക്കുന്നതെങ്കിൽ അവരെ കോൺഗ്രസിൻ്റെ ഏതൊരു UDF സഹയാത്രയിൽ നിന്ന് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറഞ്ഞതുപോലെ അന്നുള്ളതിനേക്കാൾ കുറെ കൂടി ജനാധിപത്യപരമായ ഉദാരമായ ഭരണഘടനയാണ് ആ ഒരു ആംഗിളിൽ ആലോചിക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. അതിനേക്കാൾ കുറെ കൂടി ശക്തിയുള്ള ഒരു ഇസ്ലാമിക സാമൂഹികതയുടെയൊക്കെ സങ്കല്പങ്ങളുള്ള ഭരണഘടനയാണ് CPM-നെ പിന്തുണക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിക്ക് അതിൻ്റെ പ്രഖ്യാപിതമായ ആദർശങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. അങ്ങനെയല്ല CPM. പഴയ CPM അല്ല ഇത് എന്നത് കേരളത്തിൽ ഇപ്പോൾ ഒടുവിലുണ്ടായ നിരവധി സംഭവങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, കേരളവുമായി ബന്ധപ്പെട്ട് ദേശീയ BJP നേതൃത്വം ഉന്നയിച്ച മിക്കവാറും ആരോപണങ്ങൾ, കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊന്നും അത് പ്രൊഡ്യൂസ്ഡ് ബൈ BJP അല്ല, മറിച്ച് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ BJP ആണ്. അത് പ്രൊഡ്യൂസ്ഡ് ബൈ കേരള CPM ആണ്. കേരളത്തിലെ CAA സമരത്തിൽ തീവ്രവാദ നുഴഞ്ഞുകയറ്റം നടന്നു എന്ന് പറഞ്ഞത് ഇവിടുത്തെ BJP അല്ല, കേന്ദ്ര BJP അല്ല, കേരളത്തിലെ CPM ആണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതിലൊരു നടപടിയും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. ADGPയുടെ കാര്യം നമുക്കറിയാം. ഇങ്ങനെ ഈ പാലക്കാട് ഇലക്ഷൻ എന്താണ് ജിംസെ സംഭവിച്ചത്? ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് SDPയുടെ കാര്യം ഏറ്റെടുക്കാൻ ഞാൻ ആളല്ല, എങ്കിലും ആരുടെയെങ്കിലും ഒക്കെ പിന്തുണയോടുകൂടി BJP പരാജയപ്പെട്ടാൽ അതിൽ CPM-ന് എന്താണ് പ്രശ്നം? മുഖ്യമന്ത്രിക്ക് എന്താണ് പ്രശ്നം? CPM BJP പരാജയപ്പെടുമ്പോഴേക്ക് പൊള്ളുന്നൊരു കൂട്ടരായിട്ട് എങ്ങനെയാണ് കേരളത്തിൽ CPM മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യം. അതുകൊണ്ട് CPM-ന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. CPM എന്ന് പറയുന്നത് കേരളത്തിൽ ക്രമേണ BJP-ക്ക് അരങ്ങൊരുക്കി കൊടുത്തിട്ട് രംഗമൊഴിയാൻ തീരുമാനിച്ച ഭൂരിപക്ഷ വർഗീയ പാർട്ടിയും BJP-യുടെ B ടീമും, അതേപോലെ തന്നെ അവർക്ക് ഫെസിലിറ്റേഷൻ, ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സമീപകാല ഉദാഹരണമുണ്ട്. ബിജു ജനതാദൾ എന്നൊരു പാർട്ടി നമുക്ക് ഒറീസയിൽ പരിചയമുണ്ട്, സോഷ്യലിസ്റ്റ് പശ്ചാത്തലമുള്ള ഒരു പാർട്ടി. അതവിടെ കനത്ത തിരിച്ചടി, നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടു, അവിടെ BJP അധികാരം പിടിച്ചു. BJP അവിടുത്തെ ഒരു പ്രധാന കക്ഷിയായിരുന്നില്ല. അവിടുത്തെ ബിജു ജനതാദളിനെ തന്നെ ഒരു ട്രോജൻ കുതിരയായി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളുടെ നടത്തിപ്പുകാരായിട്ട് അവരൊരു ഫെസിലിറ്റേറ്ററാക്കി വർക്ക് ചെയ്തിട്ടാണ് ഒറീസ BJP പിടിക്കുന്നത്. ഇത് തന്നെയാണ് കേരളത്തിലെ BJP-യുടെയും പദ്ധതി എന്ന് പറയുന്നത്. CPM-നെ ഏതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമി വക്താവോ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവോ CPM-നെ RSS-ന്റെ B ടീമാവുന്നു, BJP-യുടെ B ടീമാവുന്നു എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ഭൂരിപക്ഷ വർഗീയ പാർട്ടിയാണ് എന്ന് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത്. എൻ്റെ ചോദ്യം, ഈ CPM-ൽ തന്നെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം ആളുകൾ അംഗങ്ങളായി പ്രവർത്തകരായിട്ടുള്ളതാണ്. അതിന് അങ്ങനെ മുദ്ര കുത്തേണ്ടതുണ്ടോ? മനസ്സിലാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പാലക്കാട് ഇലക്ഷൻ ക്യാമ്പയിനിൽ RSS-നെ കുറിച്ച് അദാനി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ അദാനി സംഭവം ഉണ്ടായിട്ട് എന്തെങ്കിലും അവിടെ പറഞ്ഞിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു പാരമ്പര്യം എന്താ നമുക്കറിയാമല്ലോ. ഈ വിഷയങ്ങളിലൊക്കെ മുതലാളിത്തത്തോട്, മുതലാളിമാരോട് എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? SDPI, ജമാഅത്തെ ഇസ്ലാമി, ഇതിൽ വല്ല കഥയുള്ളത് കൊണ്ടല്ല. ഇവർക്ക് ഇനി SDPIയോ ജമാഅത്തെ ഇസ്ലാമിയോ ഇല്ലെങ്കിൽ അവർ മുസ്ലിം ലീഗിനെ പറയും. അവർ മുസ്ലിം ലീഗിനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ്. രാഹുൽ ഗാന്ധി ആദ്യം മത്സരിച്ചപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെയാണ്. ഏത് മുസ്ലിം സംഘടനയെയാണ്
അത് മതസംഘടനകളാകട്ടെ രാഷ്ട്രീയ സംഘടനകളാകട്ടെ അവരുടെ കൂടെ നിന്നിട്ടുള്ള PDP, INL പോലുള്ള പാർട്ടികളാവട്ടെ ഏത് സംഘടനയുടെ പേരിലാണ് ഇവർ വർഗീയത ആരോപിക്കാത്തത്, ഇവർ തീവ്രവാദം ആരോപിക്കാത്തത്? അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. CPM എന്ന് പറയുന്നത് ഒരു ഭൂരിപക്ഷ വർഗീയ പ്രസ്ഥാനമാണ്. RSSന് ഫെസിലിറ്റേഷൻ നടത്തുന്ന അവരുടെ B ടീമാണ്. ഇത് കേരളത്തിലെ മതേതര സമൂഹവും മതനിരപേക്ഷ സമൂഹവും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇക്കണ്ട എല്ലാ കുപ്രചരണങ്ങളും പാലക്കാട്ട് ഇവര് നടത്തിയിട്ട് അതിനെ മതനിരപേക്ഷ സമൂഹവും മതന്യൂനപക്ഷങ്ങളും തള്ളിക്കളഞ്ഞിട്ടാണ് അവിടെ UDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. ഇത് ഞങ്ങൾ ഈ പറയുന്ന യാഥാർത്ഥ്യം കേരളീയ സമൂഹം മനസ്സിലാക്കിയതിന്റെ വിജയം കൂടിയാണ്, തെളിവ് കൂടിയാണ് പാലക്കാട് ഇലക്ഷൻ. ശശി, അങ്ങ് മുമ്പ് ഈ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ SDPക്ക് 6000 വോട്ടുണ്ട് എന്ന് പറഞ്ഞത് ഞാനൊന്ന് തിരുത്തിയാണ്. അവർ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI മത്സരിച്ചപ്പോൾ അവരുടെ ഒരു തുളസീധരൻ പള്ളിക്കലോ മറ്റോ ആണ് മത്സരിച്ചത്. ലോക്സഭാ മണ്ഡലത്തിൽ ആകെ കിട്ടിയത് അവർക്ക് 5500 വോട്ടാണ്. അന്ന് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ അവർക്ക് കിട്ടിയത് 560 വോട്ടാണ്. അപ്പോൾ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ 6000 വോട്ടുള്ളൊരു പാർട്ടിയൊന്നും അല്ല അവർ. എൻ്റെ ചോദ്യം അതല്ല. അവിടെ 3-ാം സ്ഥാനത്താണ് കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പുകളായിട്ട് CPM, LDF. BJPയും UDFും തമ്മിലാണ് 1-2 സ്ഥാനത്ത് മത്സരം. അവർ BJP ജയിക്കാതെ UDF ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കുറിയും BJP തോറ്റു, UDF ജയിച്ചു. നിങ്ങളുടെ വിഷമം UDF ജയിച്ചതിലാണ്, BJP തോറ്റതിലുള്ള സന്തോഷമല്ല പ്രകടിപ്പിക്കുന്നത്. അതേസമയം ചേലക്കരയിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾ അതിനെ ശരിയായി വിലയിരുത്തുന്നു. അവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്നൊരു തെളിവാണ്. അത് നിങ്ങൾക്ക് അതിനെ ന്യായീകരിക്കാം. പക്ഷേ UDF BJPയെ തോൽപ്പിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം. ഞാൻ അതിലേക്ക് വരാം അജിംസേ. ഞാൻ അതിൽ ആദ്യം നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഞാൻ സംസാരിക്കുമ്പോൾ ഓരോ വിഷയത്തിൽ നിങ്ങൾ ഇടപെട്ടു. അതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. പക്ഷേ ഇടതുപക്ഷത്തെയും CPIMനെയും മുഖ്യമന്ത്രിയെയും അളവ് കവിഞ്ഞ് ആക്ഷേപിക്കാൻ മറ്റ് സഹപാനലിസ്റ്റുകളെല്ലാം ധാരാളം സമയമെടുത്തു. നിങ്ങൾ ഇടപെട്ടതേയില്ല. അതുകൊണ്ട് ഞാൻ ചിലത് പറയുന്നത് അങ്ങ് കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ആദ്യം. കാരണം ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു മറ്റ് സഹപാനലിസ്റ്റുകളൊന്നും. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ആദ്യം ഇവിടെ തൊട്ടുമുമ്പ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പ്രതിനിധി വന്ന് പറഞ്ഞു എന്തൊക്കെയാ അദ്ദേഹം CPMനെ കുറിച്ച് ആക്ഷേപിച്ചത്. അദ്ദേഹം CPMനെ കുറിച്ച് ആക്ഷേപിച്ചത് BJPയുടെ B ടീം എന്നാണ്. ഇത് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം. എന്താ ഞങ്ങളുടെ പ്രശ്നം എന്നറിയോ? നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലെ RSSന് വളം വെച്ചു കൊടുക്കുന്ന ജമാഅത്ത് ഇസ്ലാമി SDP ആണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാ. ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ചെറുക്കാനാവില്ല. അത് ഞങ്ങളുടെ നിലപാടാണ്. ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കുന്നത് മതനിരപേക്ഷത കൊണ്ടാണ്. ആ മതനിരപേക്ഷത കൊണ്ട് ചെറുക്കണമെങ്കിൽ ന്യൂനപക്ഷത്തിലെ ചെറുപ്പക്കാരെ മതനിരപേക്ഷ ചിന്തകളിലേക്ക് മാറ്റണമെന്ന് പറയുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി SDP ചെയ്യുന്നത് ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷം കൊണ്ട് ചെറുക്കണം, ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ചെറുക്കണം എന്ന് പറഞ്ഞ് ജമാഅത്ത് ഈ തീവ്രവാദം പഠിപ്പിക്കുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമി SDP-ക്കാരും. അതുകൊണ്ടാണ് ഞങ്ങൾ RSSനെ പോലെ തന്നെ SDP-യും എതിർക്കുന്നു, വെറുക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ CPM-കാരൻ കുഴപ്പക്കാരൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ആനന്ദമാണതിൽ. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഞങ്ങൾ കുഴപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആനന്ദിക്കും. എന്താ കാരണം അറിയോ? ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ കയ്യിൽ കൂടെയുള്ളതിനേക്കാൾ എത്രയോ നല്ല ഇസ്ലാമുകൾ ഞങ്ങളുടെ ഒപ്പമാണുള്ളത്. SDP-ക്കാരന്റെ കൂടെ നിൽക്കുന്നതിന് എത്രയോ നല്ല മതനിരപേക്ഷവാദികളായ ഇസ്ലാം മതവിശ്വാസികൾ ഞങ്ങൾക്കൊപ്പമാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെയും SDP-ക്കാരന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട ഞങ്ങൾ. കാരണം എന്താ? RSS-കാരന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും പോലെയാണ് SDP-ക്കാരന്റെയും ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെയും സർട്ടിഫിക്കറ്റ് കിട്ടി ഞങ്ങൾ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ RSS-ന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും പോലെ ആവും. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ SDP-ക്കാരൻ എല്ലാ കാലത്തും ഞങ്ങൾ എതിർക്കണം. കാരണം എന്താ അറിയോ? നിങ്ങൾ ഈ നാട്ടിന് അപകടമാണ്, നിങ്ങൾ ഈ നാട്ടിൽ വിഷമാണെന്ന് എല്ലാ കാലത്തും പറയുന്നവരാണ്. അത് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാ കാലത്തും അല്ല, 2015 ശേഷം ഞാൻ ഇടപെടുന്നതല്ല. ചില പ്രേക്ഷകർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ പറയാണ്. 2015 ശേഷമാണ് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. ഓക്കെ, എന്റെ ഒരു ചോദ്യം, ഈ ജമാഅത്ത് ഇസ്ലാമി SDP-യും അല്ലാതെ മറ്റേതെങ്കിലും മുസ്ലിം സംഘടനകളുടെ വോട്ട് വേണ്ട, പിന്തുണ വേണ്ട, അപകടമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? അല്ല, ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. അല്ല ശശി, ഒരു കാര്യം അതല്ല, ഈ ജനങ്ങൾ പ്രത്യേകിച്ചും CPM-ന്റെ അണികൾ അറിയാൻ വേണ്ടിയാണ് ഈ SDP-യും ജമാഅത്തെ ഇസ്ലാമി അല്ലാതെ മറ്റേതെങ്കിലും മുസ്ലിം സംഘടനകളെ, മുസ്ലിം രാഷ്ട്രീയ കക്ഷികളെ നിങ്ങൾ പിന്തുണ വേണ്ട, അവർ അപകടമാണെന്ന് പറയുന്നുണ്ടോ? ഉദാഹരണത്തിന് PDPയെ കുറിച്ച് ജയരാജൻ എഴുതിയ പുസ്തകത്തിൽ PDP പ്രശ്നമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, മഹദി പ്രശ്നമാണെന്നാണ്. പക്ഷെ മുമ്പ് അവരുമായി നിങ്ങൾ സഹകരിച്ചിട്ടുമുണ്ട്. മറ്റേതെങ്കിലും സംഘടനകൾ നിങ്ങൾ എതിർക്കുന്നുണ്ടോ? PDP-ന്റെ പ്രശ്നം എന്താ? നിങ്ങൾ നോക്കൂ, PDP ആദ്യം എടുത്ത നിലപാടുകൾ തെറ്റാണ്. ഞങ്ങൾ ചെറുപ്പക്കാരെ എന്റെ നിലപാടുകളോട് തെറ്റായ വഴിയിലേക്ക് പോയിട്ടുണ്ട്. അത് തെറ്റായി പോയി എന്ന് PDP-യുടെ ചെയർമാൻ മദനി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്രശ്നം ചെറുപ്പക്കാരെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോയത് തെറ്റാണ്, അത് ശരിയായില്ല. ഭൂരിപക്ഷ വർഗീയത എതിർക്കേണ്ടത് ന്യൂനപക്ഷ വർഗീയത കൊണ്ടല്ല, അത് മതനിരപേക്ഷത കൊണ്ടാണെന്ന് മദനി പറഞ്ഞതിന് ശേഷമാണ് മദനി ശരിയായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവുക. അതായത് ആ നിലപാടാണ് തെറ്റ്. ജമാഅത്ത് ഇസ്ലാമി SDP-യുടെയും
നിലപാടിനെ തെറ്റ്. RSS ഹിന്ദു രാഷ്ട്രം ഉന്നയിക്കുന്നത് പോലെ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാം മത രാഷ്ട്രീയം ഉന്നയിക്കുന്നതാണ് ഞങ്ങളുടെ പ്രശ്നം. അവർ RSS ഹിന്ദുമത വിശ്വാസികളായ ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് RSS ക്ഷണിക്കുന്നുണ്ടെങ്കിൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാം മത തീവ്രവാദത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ് ഞങ്ങളുടെ പ്രശ്നം. ഇനി അതോടെ നിൽക്കട്ടെ. പാലക്കാട് മണ്ഡലത്തിലെ പ്രശ്നം എന്താ? പാലക്കാട് മണ്ഡലത്തിൽ ഞങ്ങൾ 3-ാം സ്ഥാനമാണ്. ഇവിടെ ഭരണഘടനത്തോന്നും ഇവിടെ എല്ലാ കാലത്തും CPM 3-ാം സ്ഥാനത്ത് പോയി. അതുകൊണ്ട് CPMന് ഭയങ്കര നഷ്ടമുണ്ടായെന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. CPMന്റെ പ്രശ്നം എന്താ? ഞങ്ങൾ ഇപ്പൊ 2000 ആ മണ്ഡലം തുടങ്ങിയതിനു ശേഷം ഞങ്ങൾ ജയിച്ചിട്ടില്ല, 3-ാം സ്ഥാനത്താണ്. നിങ്ങൾ നോക്കൂ, 2016 കേരളത്തിന്റെ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ MP ആയ അവിടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സഖാവ് NM കൃഷ്ണദാസ് മത്സരിക്കുമ്പോഴും ഞങ്ങൾ 3-ാമതാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ 3-ാമതാണ്. ഞങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല. ഞങ്ങൾ 2-ാമത് വരാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ? RSSനെ എതിർക്കുന്നത് പോലെ എതിർക്കപ്പെടേണ്ടവരാണ് SDPI ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാ പാലക്കാട് നഗരത്തിൽ മാത്രം കഴിഞ്ഞ 2 കൊല്ലമായി ഹിന്ദു മുസ്ലിം വർഗീയതയിലേക്ക് കാരണമാക്കുന്ന രീതിയിലേക്ക് ഈ SDPIയുടെ പ്രവർത്തനം നടന്നു. ശ്രീനിവാസൻ രഞ്ജിത്ത് RSSകാരെ കൊലപ്പെടുത്തി, തിരിച്ച് അങ്ങോട്ടും കൊലപ്പെടുത്തി, ജില്ലയിലെ മനസമാധാനം പോയി. അങ്ങനെ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവരാണ്. RSS എന്തുകൊണ്ടാണ് കേരളത്തിൽ പ്രധാനമായി വരാനിരിക്കുന്നത്? മഹാഭൂരിപക്ഷം ഹിന്ദു സമൂഹം RSSനെ വെറുപ്പോടുകൂടി അകറ്റി നിർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തിനിടയിൽ RSSന് സ്വീകാര്യത കിട്ടാതിരിക്കുന്നത്. RSS വെറുക്കപ്പെടേണ്ടവരാണെന്നുള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും മാന്യമായി ജീവിക്കുന്ന, മനസമാധാനം ആഗ്രഹിക്കുന്ന, നിഷ്പക്ഷത ചിന്തിക്കുന്ന, മതനിരപേക്ഷ ചിന്തിക്കുന്ന ഇസ്ലാം മത വിശ്വാസികൾ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും തള്ളിപ്പറയേണ്ടടുത്ത്, പൊതുസമൂഹം തള്ളിപ്പറയേണ്ടടുത്ത് ഇവര് ശരിയാണ്, ഇവരെ കൂടി കൂടെ കൂട്ടാം എന്ന നിലയിലേക്ക് കോൺഗ്രസ് മാറുമ്പോൾ കോൺഗ്രസിന്റെ മതനിരപേക്ഷ നിലപാടും ഒരുമിച്ച് വേണ്ട. മണ്ഡലം തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങൾ 3-ാം സ്ഥാനത്താണെന്നാണ് നിങ്ങൾ പറയുന്നത്. ശശി, 2010-ലാണല്ലോ മണ്ഡല പുനർനിർണ്ണയം നടന്നത്. ഒരു നിമിഷം 2010-ലാണ് മണ്ഡല പുനർനിർണ്ണയം നടന്നത്. 2011-ലെ തെരഞ്ഞെടുപ്പിൽ അവിടെ KK ദിവാകരനാണ് ജയിച്ചത്. മണ്ഡല പുനർനിർണ്ണയം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ KK ദിവാകരൻ ജയിക്കുന്നു. പിന്നീട് നിങ്ങളുടെ വോട്ട് കുറഞ്ഞ് നിങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു, BJP 2-ാം സ്ഥാനത്തേക്ക് വരുന്നു. പിന്നീട് തുടർച്ചയായി അതാണ് കാണുന്നത്. അപ്പോൾ മണ്ഡലം തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങൾ പിന്നിലല്ല, നിങ്ങളുടെ വോട്ട് BJPയിലേക്ക് ഒലിച്ചുപോയി. അതല്ലേ ശരിയായി വിലയിരുത്തേണ്ടത്? ഞങ്ങളുടെ വോട്ട് BJPയിലേക്ക് ഒലിച്ചു പോയിട്ടില്ല. ഞങ്ങളുടെ വോട്ട് BJPയിലേക്കാണ് ഒലിച്ചു പോയതെങ്കിൽ അവിടെ കോൺഗ്രസ് അല്ല ജയിക്കുക, അവിടെ കോൺഗ്രസ് അല്ല ജയിക്കുക. ഞങ്ങളുടെ വോട്ട് ഞങ്ങളുടെ സംഘടനാപരമായ പ്രശ്നങ്ങൾ കൊണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താ? പാലക്കാട് മണ്ഡലത്തിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്ത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് മാത്രമാണോ? അതിനു മുമ്പ് ഞങ്ങൾ 3-ാം സ്ഥാനത്താണ്. ഞങ്ങൾ 2-ാം സ്ഥാനത്തിന് വേണ്ടി ഇടപെടും. ഞങ്ങൾ ഇനി രാഷ്ട്രീയമായി ഏറ്റുമുട്ടൽ നടത്തും, രാഷ്ട്രീയമായി ഞങ്ങൾ ക്യാമ്പയിൻ നടത്തും. പക്ഷെ രാഷ്ട്രീയമായി ക്യാമ്പയിൻ നടത്തുമ്പോഴും RSSന്റെയോ ജമാഅത്തിന്റെയോ SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറയുന്നതിന്റെ വിഷയം ഇവരെ പൊതുസമൂഹത്തിലേക്ക് കൊടുത്ത് നിങ്ങളൊക്കെ കൊള്ളാവുന്നവരാണ്, നിങ്ങളൊക്കെ കൂടെ കൂട്ടാവുന്നവരാണ് എന്ന ചിന്ത വന്നാൽ ഇവർ അത് വെച്ച് നാട്ടിൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നുകൊണ്ടാണ് ഇവരെ കൂടെ കൂട്ടുന്നത്. എന്തുകൊണ്ടാ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ SDPIയുടെ വോട്ട് വേണ്ടെന്ന് SDPIയുടെ വോട്ട് വേണമെന്ന് ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും കൊള്ളാവുന്നവരാണ്, അവരെ കൂടെ കൂട്ടാവുന്നവരാണ് എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അന്താരാഷ്ട്ര രീതിയിൽ വിലയിരുത്തുന്നവരാണ്. അല്ല, അവരുടെ നിലപാട് കൊള്ളാം എന്ന് പറഞ്ഞിട്ടുള്ള പിണറായി വിജയനാണ്, ദേശാഭിമാനി എഡിറ്റോറിയലാണെന്ന് മാത്രം അങ്ങ് ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളെയൊക്കെ ജമാഅത്തക്കാരൻ കണ്ട അത് ജമാഅത്തിന്റെ തലയിലുള്ള കുഴപ്പമാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. SDPIക്കാരനും RSSകാരനും ഞങ്ങളെ തമ്മിൽ ഒന്നാണ്. ഇത് പറയുന്നത് കൊണ്ടാണ് ഞങ്ങളെ 2 വിഭാഗവും എതിർക്കുന്നത്. അത് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്കൊരു MLA വേണമെന്നല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ ഈ വർഗീയതയോട്, ഈ SDPIയോട്, ഈ RSSനോട് ഒരു സന്ധിയും ഉണ്ടാവില്ല, ഒരു സംശയം വേണ്ട. ശ്രീ അനിൽ ബോസ്, ഞാൻ എന്റെ ആദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല. ഈ ജമാഅത്തെ ഇസ്ലാമി SDPIയും കുഴപ്പക്കാരായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? അവർ തീവ്രവാദികളും ഭീകരവാദികളുമാണ്. ഈ ഭീകരവാദികൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഭീകരവാദികളാണെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സർക്കാരും അവർക്ക് നടപടി സ്വീകരിക്കുന്നില്ല. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയോ SDPIയോ തീവ്രവാദ സംഘടനകളാണെങ്കിൽ അത് നിരോധിക്കേണ്ടത് കേരളത്തിലെ ഗവൺമെൻറ്റും ഇന്ത്യയിലെ ഗവൺമെൻറ്റുമാണ്. അവർ നിരോധിച്ചിട്ടുണ്ടോ ഈ സംഘടനകളെ? അവരുടെ രാഷ്ട്രീയ പ്രവർത്തനമോ അവരുടെ സംഘടനാ പ്രവർത്തനമോ കേരളത്തിലോ ഇന്ത്യയിലോ നിരോധിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അജിംസ് പറഞ്ഞു തന്നാൽ എനിക്ക് അതിന് മറുപടി പറയാം. അപ്പം RSSനെ നിരോധിച്ചിട്ടില്ലാത്തതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെയും ഇവിടെ നിരോധിച്ചിട്ടില്ല. ഇവരൊരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് എന്ന് ഇപ്പോൾ കാലാകാലങ്ങളിൽ അവസരോചിതമായി പറയുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ഗൗരവതരമായ ഒരു ആക്ഷേപം അവരൊരു തീവ്രവാദ ഭീകരവാദികളാണ് എന്ന് CPMനുണ്ടെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അടിയന്തരമായ റിപ്പോർട്ട് കൊടുത്ത് ഈ സംഘടനയുടെ പ്രവർത്തനം നിരോധിക്കണ്ടേ? ഇവിടെ CPMൻ്റെ പ്രതിനിധിയാണല്ലോ സംസാരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നേരിട്ട് സ്ക്രീനിൽ കാണാത്തതുകൊണ്ട് എനിക്ക് ആരാണ് സംസാരിക്കുന്നത് മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്നതിന് ശേഷം അവിടെ മാഷാള്ള സ്റ്റിക്കർ വെച്ച് എന്തിനാ സ്റ്റിക്കർ വെച്ചത് CPM?
അത് ചെയ്യുന്നവനെ വർഗീയവാദി എന്നും മതതീവ്രവാദി എന്നും RSSനേക്കാൾ ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ ഭീകരവാദികളാണ് എന്ന് വിളിച്ചാൽ എന്താ തെറ്റ്? എന്താന്നേ തെറ്റ്? വടകരയിൽ കാവർ സ്ക്രീൻ ഷോട്ട് ഇറക്കി വിവാദം ഉണ്ടാക്കി ഷാഫിയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചല്ലോ, ഇല്ലേ? ഇത് ചെയ്യുന്നവനെ എന്താ വിളിക്കേണ്ടത്? വർഗീയ പിന്തിരിപ്പെന്നോ വിധ്വംസ പ്രവർത്തനോ ഒക്കെ വിളിക്കണ്ടേ? ആ വർഗീയ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RSSനെ ലജ്ജിപ്പിക്കുന്ന, ഇനി ഇവർ പറയുന്ന ഭാഷയിൽ ഭീകരവാദികളാണെങ്കിൽ ആ ജമാഅത്തെ ഇസ്ലാമിയെ ലജ്ജിപ്പിക്കുന്ന, അവരെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള മതഭീകരതയും വർഗീയവാദവും പ്രചരിപ്പിക്കുന്നവരാണ് കേരളത്തിലെ CPM. ഒരു തെരഞ്ഞെടുപ്പിലല്ല, 9 തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഞങ്ങൾ ഇങ്ങനെയല്ല എന്ന് പറയാൻ സാധിക്കും, പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നത് കാഫറിലൂടെ, അതോടൊപ്പം തന്നെ മാഷാഅല്ലാഹ് സ്റ്റിക്കറിലൂടെ, ഇപ്പോൾ നടന്നിട്ടുള്ള സിറാജിലെയും സുപ്രഭാതത്തിലെയും പരസ്യത്തിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക. പൂരം കലക്കലിലൂടെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക. പോലീസിനെ ഉപയോഗിച്ച് RSSുമായി ഒത്തുതീർപ്പുണ്ടാക്കുന്ന, ഞാൻ അതാ പറഞ്ഞത്, നിരവധിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായി മൊത്തത്തിൽ വന്നിട്ടുള്ള ആരോപണങ്ങളെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാത്തതിന് RSSുമായും സംഘപരിവാറുമായും സഖ്യമുണ്ടാക്കുന്നതിന് തത്തുല്യമായ സമീപനം കാലാകാലങ്ങളിൽ അവസരോചിതമായി ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. ശരി, പൊന്നാനിയിൽ സ്ഥാനാർത്ഥി നിർത്തിയവർക്ക് അറിയാലോ. പൊന്നാനി സ്ഥാനാർത്ഥി ഹുസൈൻ നത്താണി സ്ഥാനാർത്ഥി നിർത്തി അറിയാലോ. ആരാ സ്ഥാനാർത്ഥി നിർത്തിയത്? ഈ CPM അല്ലേ? പിണറായി വിജയനല്ലേ? മരിച്ചുപോയ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനല്ലേ? ഇവർക്കൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഹിന്ദു മത ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ തീവ്ര ഹിന്ദു ചിന്തയുള്ള ആളുകളുടെ വോട്ട് ആർജിക്കാൻ വേണ്ടി ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഇവർ പറയുന്ന ഏതെങ്കിലും സ്ലോഗനിൽ, ഏതെങ്കിലും മുദ്രാവാക്യത്തിൽ ആത്മാർത്ഥതയുണ്ടോ? ശരി. ഈ നാട്ടിലെ ജനങ്ങൾ കളിച്ചാലും ചോര ഇറ്റ് വീണാലും സാരമില്ല, 4 വോട്ട് മതി എന്ന് ചിന്തിക്കുന്ന നാലാംകിട രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രിയും CPM-ഉം കേരളത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന. ശ്രീ ഷാബു പ്രസാദ്, ഈ SDPIക്ക് 560 വോട്ടാണ് 2019 പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. വെറും 560 വോട്ട്, 22% ന്യൂനപക്ഷ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്, അസംബ്ലി മണ്ഡലമാണ്. അവിടെ വെറും 560 എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ തന്നെ ഗ്രാനുലാർ മൈനോറിറ്റിയാണ് അവർ. 1% താഴെ മാത്രം ആളുകൾ പിന്തുണയ്ക്കുന്ന ഒരു സംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമിയും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. അവരിലേക്ക് നിങ്ങൾ ഈ UDFന്റെ വിജയത്തിൻ്റെ കാരണം ചാർത്തുന്നത് വർഗീയമാണ് എന്ന് വിശദീകരിക്കുകയാണ് അനിൽ ബോസ്. BJP അങ്ങനെ ചെയ്യുന്നത് അല്ല, ഞാൻ വേറൊന്നുമില്ല ഇവിടെ ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ ആവർത്തി ചോദിക്കുന്ന ചോദ്യമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് വേളകളിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയും ഈ SDPI അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പണ്ട് ആര്യാടൻ മുഹമ്മദ് കാണിച്ച ആർജവത്തോടെ പറയാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പേരെടുത്ത് പറയാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇലക്ഷന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അവിടെ നിൽക്കട്ടെ. അനിൽ ബോസ്, സമയം കുറവാണ്, ഒന്ന് പറഞ്ഞോളൂ. ഷാബു പ്രസാദ് ഒന്ന് വഴങ്ങുമെങ്കിൽ അനിൽ ബോസ് പറഞ്ഞോളൂ. അനുവദിക്കുമെങ്കിൽ ഷാബു പ്രസാദ് വഴങ്ങുമെങ്കിൽ പറഞ്ഞോളൂ. ഞങ്ങൾ അവിടെ മത്സരിച്ചു, ഐക്യ ജനാധിപത്യ മുന്നണി മത്സരിച്ചു. ഞങ്ങൾക്ക് RSSകാരന്റെ വോട്ട് കിട്ടിയിട്ടുണ്ടെന്നേ. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ടാവുന്നേ. ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് കിട്ടിയിട്ടുണ്ടെന്നേ. ഞങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. സംശയം എന്താ? അതുകൊണ്ടാണ് 18,000 ഇത് തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. ഉയർത്തുന്ന സെക്കുലർ മുദ്രാവാക്യം ക്ലിയർ ആണ്. ഷാബു പ്രസാദ് തുടരൂ പ്ലീസ്. ഓക്കെ, അത്രേ. ഞാൻ ഇവർ ഈ പറയുന്ന എങ്ങും തൊടാതെയുള്ള പറച്ചിലല്ല, ഞാൻ അതല്ല ചോദിച്ചത്. ആ ഇലക്ഷന്റെ പ്രചരണ വേളയിൽ ഇവരുടെ ഈ പറഞ്ഞ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ RSSന്റെയും എന്താ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഇത് കോൺഗ്രസ് ഷാബു പ്രസാദ് അനിൽ ബോസ് പറയുന്നത് എങ്ങനെയാണ്? ഒരു നിമിഷം നിങ്ങൾ പരസ്പരം സംസാരിക്കില്ല. ഷാബു പ്രസാദ്, ഓക്കെ. ഷാബു പ്രസാദ്, UDF കോൺഗ്രസ് ഇന്ത്യയിൽ ഇപ്പൊ അവരെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന RSSന്റെയും BJP-യാണ്. അവരുടെ വോട്ട് വേണ്ട എന്ന് അവർ പറയുന്നില്ല, പിന്നെ എന്തിനു ഇവരുടെ വേണ്ടെന്ന് പറയണം? അത്രേ ചോദിക്കുന്നുള്ളൂ. എന്താണ് അജിംസ? ഞാൻ കേട്ടില്ല. കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എതിർക്കുന്ന RSSനെയാണ്. RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് കോൺഗ്രസ് പറയുന്നില്ല, പിന്നെ എന്തിനു SDPIയുടെ ജമാഅത്തെ ഇസ്ലാമിനെ വേണ്ട എന്ന് പറയണം എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എനിക്ക് അജിംസ എന്ന് പറയുന്നത് കേട്ടില്ല. ഷാബു പ്രസാദ്, ഒരു നിമിഷം. അനിൽ ബോസ് പ്ലീസ് സംസാരിക്കില്ല. അനിൽ ബോസ് പ്ലീസ്. ഷാബു പ്രസാദ്, കോൺഗ്രസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന RSSനെയാണ്. അവരുടെ വോട്ട് വേണ്ട എന്ന് അവർ പറയുന്നില്ല, പിന്നെ എന്തിനാ SDPI ജമാഅത്തെ ഇസ്ലാമി വോട്ട് വേണ്ട എന്ന് പറയണം? ഇതാണ് അനിൽ ബോസ് ചോദിക്കുന്നത്. ഇല്ല, ഞാനതല്ല പറഞ്ഞേ. ഞാനതല്ല പറഞ്ഞു. അതിന്റെ അകത്ത് കുഴപ്പമൊന്നുമില്ലെന്നേ. അവരുടെ സ്ട്രാറ്റജി ആണത്. അവരായിക്കോട്ടെ.
ഞാനതല്ല പറഞ്ഞത്. ഇവരുടെ ഞാൻ പറഞ്ഞത് ആ ആർജവമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ശരി, ഞാൻ അതല്ല പറഞ്ഞത്. ഇത് എങ്ങും തൊടാതെ ഞങ്ങൾക്ക് ഒരു വർഗീയവാദികളുടെ വോട്ട് വേണ്ട, ഒരു വർഗീയ പ്രസ്ഥാനത്തിന്റെ വോട്ട് വേണ്ട എന്ന് ഒഴുക്കൻ മട്ടിൽ പറയുകയല്ലാതെ ആ സംഘടനകളുടെ പേരെടുത്ത് പറയാനുള്ള ആർജവമോ ധൈര്യമോ ഇവർ കാണിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. അത് മനസ്സിലാക്കാൻ വെറും കോമൺ സെൻസ് മതി. ഞാൻ അത്ര പറഞ്ഞുള്ളൂ. അതായിക്കോട്ടെ, കോൺഗ്രസിന്റെ ഒരു രീതി അതാണ്. കോൺഗ്രസിന് അവർ ആ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഏത് ലെവൽ വരെയും പോകും. അത് അവർ പോയി, അവർക്ക് അത് ഇനി ആ വോട്ട് അവർക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഇത് വളരെ ലളിതമാണ് ഇതിന്റെ അകത്തെ കാര്യം. ഇതിന്റെ അകത്ത് മനസ്സിലാക്കാൻ നമുക്ക് വലിയ ആനബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിന്റെ അകത്ത്. ശരി. എന്തായാലും ബിജെപിയുടെ വോട്ട് കുറഞ്ഞത് എന്തുകൊണ്ട് എന്നുള്ളടത്ത് ഒരു കാരണമായി SDPI ജമാഅത്ത് ഇസ്ലാമി പറയുന്നതിലൊരു അത് ഞാൻ പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ബിജെപിയുടെ വോട്ട് കുറയാനുള്ള കാരണം തീർച്ചയായും ഇതൊന്നുമല്ല, BJP തന്നെ. ഈ നിങ്ങളെ ഈ CPM-കാർ തീവ്രവാദികളും മതരാഷ്ട്രവാദികളുമായി മുദ്രകുത്തി തുടങ്ങുന്നത് ഈ 10 കൊല്ലത്തിനിടയ്ക്ക് മാത്രമല്ല. മുമ്പ് സീതാറാം യെച്ചൂരി RSS-ഉം ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെയാണെന്ന് പുസ്തകം എഴുതിയിട്ടുണ്ട് 90-കളിൽ. അപ്പോൾ നിങ്ങൾ ഈ CPM ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഒരു മതേതര ജനാധിപത്യ പാർട്ടിയാണ് എന്ന നിലപാട് മാറ്റി അതൊരു ഭൂരിപക്ഷ വർഗീയ പാർട്ടിയാണ് എന്നൊരു ഔദ്യോഗിക നിലപാടിലേക്ക് എത്താൻ പ്രത്യേകിച്ച് കാരണമുണ്ടോ ഈ കാലഘട്ടത്തിൽ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് അത് ഞാൻ ആവർത്തിക്കുന്നു, ഉറച്ചു നിൽക്കുന്നു. ഞാൻ മറ്റൊരു കാര്യം ഇവിടുത്തെ CPM പ്രതിനിധിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങാൻ പറ്റില്ല, അത് വമ്പിച്ച പ്രശ്നമാണ് എന്നതാണ് CPM-ഉം ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ അഖിലേന്ത്യാ പാർട്ടികളാണ്. അഖിലേന്ത്യാ തലത്തിലുള്ള നിലപാടെങ്കിൽ രാജസ്ഥാനിൽ ആകെ ഇന്ത്യയിൽ 4 സീറ്റാണ് CPM-നുള്ളത്. അതിലൊന്ന് രാജസ്ഥാനിലെ സിക്കർ. ഈ സിക്കറിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സാമാന്യം സ്വാധീനമുള്ള, കേരളത്തിന് പുറത്തുള്ള ശക്തിയുള്ളൊരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. അവിടെ ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി CPIM-നെയാണ് പിന്തുണച്ചത്. തമിഴ്നാട്ടിൽ CPM-ന് 2 സീറ്റുണ്ട്, CPI-ക്ക് 2 സീറ്റുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചതും വെൽഫെയർ പാർട്ടി പ്രചണ്ഡമായ പ്രചരണം, തമിഴ്നാട്ടിലെ ഇലക്ഷൻ ശ്രദ്ധിച്ച എല്ലാവർക്കും അറിയാം. അതിന്റെ വീഡിയോസൊക്കെ ഇവിടെ സോഷ്യൽ മീഡിയയിലും പബ്ലിക് ഡൊമൈനിലും ഒക്കെ അവൈലബിൾ ആണ്. ഈ CPI-യുടെയും സ്ഥാനാർത്ഥികൾക്കുൾപ്പെടെ പിന്തുണ വെൽഫെയർ പാർട്ടി അതിന് പ്രചണ്ഡമായ പ്രചരണം നടത്തി. ഇങ്ങനെ കേരളത്തിന് പുറത്ത് ഇതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതിന്റെ രഹസ്യം എന്താണ്? കേരളത്തിൽ ഇവർക്ക് ഒരു ഇസ്ലാം വിരുദ്ധ പൊതുബോധത്തെ ടാപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി തന്നെ വേണമെന്ന് ഇവർക്ക് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ പാണക്കാട്ട് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ തവണ പറഞ്ഞത് എന്താണ്? പാണക്കാട്ട് തങ്ങൾ യോഗി ആദിത്യനാഥിനെ പോലെയാണ് എന്നാണ്. അപ്പോൾ ഏത് മുസ്ലിം ബിംബത്തെ ഉപയോഗിച്ചിട്ടും മുസ്ലിം വിരുദ്ധത ഉൽപ്പാദിപ്പിച്ച് ഇവിടെ RSS-ന് ഫെസിലിറ്റേഷൻ നടത്തുകയും ഹിന്ദു ഏകീകരണം, ഭൂരിപക്ഷ ഏകീകരണത്തിലൂടെ വിജയം നേടാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ഒറ്റ കാര്യമാണ് ഞാൻ പറയുന്നത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പണ്ഡിത സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് ഇടതുപക്ഷത്തോട് ഹൃദയപൂർവ്വം എന്നാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ വായിക്കാം. ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ടെന്ന് അറിയാത്തവരാണ് ഇടതുപക്ഷമെന്ന് ആരും കരുതുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് പുട്ടിന് തേങ്ങയിടുന്ന പോലെ പിണറായിയും ഗോവിന്ദൻ മാഷുമൊക്കെ എല്ലാ സംസാരങ്ങളിലും ജമാഅത്തിന്റെ പേര് എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പോസ്റ്റിൽ ഉൾപ്പെടെ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനങ്ങൾ നടത്തുന്നുണ്ട്. ജമാഅത്തിന്റെ ലേബലിൽ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നത് ഈ സമുദായത്തെയാണ്. ഇത് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിക്കാരനല്ല, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പണ്ഡിത സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഈ സമുദായത്തെയാണ്. അത് സമുദായം തിരിച്ചറിഞ്ഞുവെന്ന് എത്ര വേഗം മനസ്സിലാക്കുന്നുവോ അത്രയും പാർട്ടിക്ക് നല്ലത്. അതുകൊണ്ട് പ്രിയപ്പെട്ട CPM-കാരെ, ഇത് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം, കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ, ഇവിടുത്തെ സമസ്തക്കാർ, നദ്വത്തുകാർ എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. വെറുതെ ഈ ഒരു ഗെയിം നടത്തിയത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഭൂരിപക്ഷ കൺസോൾട്ടേഷൻ അത് സാധ്യമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധ്യമല്ല എന്ന് ഇത് RSS-നായിരിക്കും എന്ന് മനസ്സിലാക്കണം. ഒറ്റ കാര്യം വളരെ പെട്ടെന്ന് ഞാൻ ഒറ്റ കാര്യം പറയാം.
ഒറ്റ കാര്യം പറയാം. ഇദ്ദേഹം വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ ഒരു മറുപടി പറഞ്ഞെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലും സിക്കന്ദറിലും എല്ലാം ഞങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു. അദ്ദേഹം തിരുത്തേണ്ട ഒരു വിഷയം, ഈ തമിഴ്നാട്ടിലാണെങ്കിലും അതുപോലെ തന്നെ രാജസ്ഥാനിലാണെങ്കിലും SDPയോ ജമാഅത്തെ ഇസ്ലാമിയോ ഇന്ത്യ മുന്നണിയിൽ ഇല്ല. ഇനി നിങ്ങളൊരു മുന്നണിയിലുണ്ട്. BJPയുടെ ഒപ്പം നിന്ന് BJPയുടെ ഇവർ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. എനിക്ക് 30 സെക്കൻഡ് സംസാരിക്കുന്നത് നിങ്ങൾ BJPക്ക് ഒപ്പം നിന്ന് ഞങ്ങളെ ജമ്മു കാശ്മീരിൽ എതിർത്തവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ. അവിടെ ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി യൂസഫ് തരിഗാമിക്കെതിരെ കശ്മീരിൽ ഇവരുടെ സംഘടന വേറെയാണ്. അത് വേറെ വിഷയമാണ്. അത് തെറ്റിദ്ധരിക്കലാണ്. ജമാഅത്തെ ഇസ്ലാമി കാശ്മീർ എന്ന് പറഞ്ഞ വേറെ സംഘടനയാണ്. അവിടെ ചിലപ്പോൾ നിങ്ങൾക്കെതിരായിരുന്നിരിക്കാം എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ പറയുന്ന സിക്കറിലും മധുരയിലും പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. അപ്പോൾ അതില്ലാതാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ ആരോപണങ്ങൾ ഒരു ശരിയായ തെരഞ്ഞെടുപ്പ് വിശകലനമാണോ എന്ന് ഓരോരുത്തരും ഓരോ പാർട്ടിക്കാരും പരിശോധിക്കേണ്ടതാണെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വളരെ നന്ദി ശ്രീ അനിൽ ബോസ്, ശ്രീ ശശി, ശ്രീ ടി മുഹമ്മദ് വേളം, ഷാബു പ്രസാദ് ഇത്രയും സംസാരിച്ചതിന്.